എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളുടെ കോപം നിയന്ത്രിക്കുന്നതിനും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ സ്ഥിരം വഴക്കുകൾ ഒഴിവാക്കുന്നതിനും സഹായിക്കുന്ന 7 കിടിലൻ വഴികളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പിണക്കങ്ങളും വഴക്കുകളും പിന്നീടുള്ള ഇണക്കവും ഒക്കെ പതിവാണ്. രാവിലെ വഴക്കടിച്ചാലും ഉച്ചയ്ക്ക് സ്നേഹത്തോടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും മറ്റും അതെല്ലാം കഴിഞ്ഞു പോകാറുണ്ട്. എന്നാൽ വഴക്കു തന്നെ ജീവിതമായാൽ എന്തായിരിക്കും അവസ്ഥ? ഒരുപാട് നാൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അല്ലേ? എടുത്തുചാട്ടവും ദേഷ്യവുമാണ് ഇത്തരത്തിൽ വഴക്കുകൾ നീണ്ടുപോകാൻ കാരണം. പരസ്പരം ദേഷ്യവും വാശിയും അടക്കി വെച്ച് പെരുമാറിയാൽ ഒരു പരിധിവരെ പ്രശ്നങ്ങളെ ഒഴിവാക്കാം. കോപം നിയന്ത്രിക്കുന്നതിനും ദാമ്പത്യ ജീവിതത്തിലെ വഴക്കുകൾ ഒഴിവാക്കുന്നതിനുമായി സഹായിക്കുന്ന ചില ഘടകങ്ങൾ ഇനി പറയാം. ഒന്നാമതായി, സംസാരിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെ മിക്ക പ്രശ്നങ്ങളുടെയും തുടക്കം ആരംഭിക്കുന്നത് നിങ്ങളുടെ നാവിൻ തുമ്പിൽ നിന്നാണ്. മനസ്സിൽ പല കാര്യങ്ങളും നിങ്ങൾ ചിന്തിച്ചു കൂടുന്നുണ്ടെങ്കിലും അവ സംസാരത്തിലൂടെ പുറത്തു വരുമ്പോഴാണ് വഴക്കുകൾ തുടങ്ങുന്നത്. അതിനാൽ എന്തെങ്കിലും കടുത്ത് സംസാരിക്കുന്നതിന് മുമ്പായി അല്പം ഒന്ന് ചിന്തിച്ച ശേഷം സംസാരിക്കുക. ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള മികച്ച തന്ത്രങ്ങളിൽ ഒന്നാണിത്. നിങ്ങൾക്ക് ദേഷ്യം തോന്നുകയാണെങ്കിൽ ശ്വാസമുള്ളിലേക്കെടുത്ത് 10 മുതൽ 1 വരെ എണ്ണുക. അപ്പോൾ കോപം പതിയെ കുറയുന്നത് കാണാം. രണ്ടാമതായി, പോരടിക്കാതിരിക്കുക. നിങ്ങൾ കോപത്തോടെ വിറക്കുന്നതായി കാണുമ്പോഴോ മുഷ്ടി ചുരുട്ടിയിരിക്കുമ്പോഴോ തർക്കങ്ങൾ നിർത്തുന്നതാണ് ബുദ്ധി. ആരെങ്കിലും ഒരാൾ അല്പസമയം സംസാരിക്കാതിരുന്നാൽ രണ്ടുപേർക്കും ചിന്തിക്കാൻ അല്പസമയം ലഭിക്കും. അതായത് നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും. തർക്ക വിഷയത്തെക്കുറിച്ച് ആത്മപരിശോധന നടത്താൻ ഈ കുറച്ച് സമയം നിങ്ങൾക്ക് ലഭിക്കും. പരസ്പരമുള്ള തർക്കങ്ങളിൽ വിട്ടുകൊടുക്കുന്നത് ഒരിക്കലും ഒരു പരാജയമായി കാണരുത്. നിങ്ങളുടെ തർക്കം വഷളാവാതിരിക്കാനുള്ള ഒരു വഴിയാണിത്. മൂന്നാമതായി, മറ്റുള്ളവരോട് ഒരിക്കലും പരാതിപ്പെടരുത്. നിങ്ങളുടെ പങ്കാളിയോട് ദേഷ്യം വരുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് സംസാരിക്കാനും നിങ്ങളുടെ നിരാശയെല്ലാം പങ്കുവെക്കാനും നിങ്ങൾ ആഗ്രഹിച്ചേക്കാം. ഇത്തരം സംസാരത്തിലൂടെ നിങ്ങളുടെ പങ്കാളിയെ അപമാനിക്കുന്ന തരത്തിലുള്ള ചെറിയ രഹസ്യങ്ങളോ ചെറിയ വിശദാംശങ്ങളോ നിങ്ങൾ അവരോട് പറയുന്നു. നിങ്ങളുടെ ഒറ്റ സുഹൃത്തുമായി നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് നിങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും ഈ പ്രവൃത്തി നിങ്ങളുടെ പങ്കാളിയെ താഴ്ത്തിക്കെട്ടുന്ന ഒരു നടപടിയാണ്. നാലാമതായി, ദേഷ്യത്തിന്റെ കാരണം മനസ്സിലാക്കുക. നിങ്ങളുടെ കോപം വർദ്ധിക്കുന്നതിന് ചില കാരണങ്ങൾ ഉണ്ടാകാം. അരക്ഷിതാവസ്ഥ, അസൂയ, ഉത്കണ്ഠ, സമ്മർദ്ദം എന്നിവയാണ് കോപം കൂടുതൽ കർശനമാക്കി മാറ്റുന്നത്. നിങ്ങൾക്ക് ഒരു പ്രവൃത്തി കൃത്യമായി നിർവഹിക്കാൻ കഴിയാത്തതിനാൽ നിങ്ങൾക്ക് ഉത്കണ്ഠ തോന്നാം. അതിന്റെ ഫലമായി ആ ഉത്കണ്ഠയെ മറയ്ക്കാൻ നിങ്ങൾ കോപം പ്രകടിപ്പിച്ചെന്നും വരാം. അതിനാൽ ദേഷ്യം വരുമ്പോൾ ഉടൻ പ്രതികരിക്കാതെ ദേഷ്യത്തിന് കാരണം എന്താണെന്ന് സ്വയം ചിന്തിക്കുക. നിങ്ങളുടെ ദേഷ്യം മറ്റുള്ളവരുടെ മേൽ തീർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അഞ്ചാമതായി, നെഗറ്റീവ് ചിന്തകൾ. നിങ്ങളുടെ കോപത്തിന് ഒരു പരിധിവരെ നിങ്ങളുടെ വ്യക്തിത്വ സവിശേഷതകളും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കുറ്റപ്പെടുത്തൽ, അതിശയോക്തി, നിങ്ങളുടെ പങ്കാളിയെ ശ്രദ്ധിക്കാതെ നിഗമനങ്ങളിലേക്ക് ചാടുക തുടങ്ങിയ നിങ്ങളുടെ കോപാകുലമായ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന ചില പ്രശ്നങ്ങളാണ്. ഇത് പതിവിലും കൂടുതൽ കോപം നിങ്ങളിലുണ്ടാകും. ഒരു സാഹചര്യത്തെ പക്വതയോടെ സമീപിക്കുന്നതാണ് തർക്കം ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല വഴി. യുക്തിപരമായി ചിന്തിക്കുന്നതും പക്വതയോടെ പ്രതികരിക്കുന്നതും തർക്കം അവസാനിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. ആറാമതായി, കഴിഞ്ഞ സംഭവങ്ങൾ. തർക്കമുണ്ടാകുമ്പോൾ ഒരിക്കലും മുൻകാല സംഭവങ്ങൾ ചികഞ്ഞു പോകാതിരിക്കുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയേ ഉള്ളൂ. പരസ്പര വിരോധം ഒഴിവാക്കാൻ നിങ്ങൾ പഠിക്കണം. മുൻകാലങ്ങളിൽ നിന്നുള്ള വേദനിപ്പിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ തർക്കങ്ങളുമായി കൂട്ടിക്കലർത്താതിരിക്കുക. നിസ്സാരമായി തീരാവുന്ന തർക്കങ്ങൾ പോലും വലിയ പ്രശ്നത്തിലേക്ക് എത്തുന്നത് ഇത്തരം കഴിഞ്ഞ സംഭവങ്ങളിൽ കടിച്ചു തൂങ്ങിയുള്ള വാദങ്ങളിലൂടെയായിരിക്കും.
ഏഴാമതായി ശാന്തമായിരിക്കുക. ഭാര്യ ഭർത്തൃ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല വഴി നിങ്ങൾ ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുകയും ശാന്തമാവുകയും ചെയ്യുക എന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയോട് സംസാരിക്കുക. വിഷയം ചർച്ച ചെയ്യാൻ അവർ തയ്യാറാണോ എന്ന് ആദ്യം അവരോട് ചോദിക്കുക. അവർ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുക. തർക്കിച്ചതിന് ക്ഷമ ചോദിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക. നിങ്ങളുടെ അഹംഭാവം കാരണം പരസ്പരം വിട്ടുകൊടുക്കാതിരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു ഗുണവും ലഭിക്കില്ല. ദമ്പതികൾ സാധാരണയായി ചെയ്യുന്ന ഒരു വലിയ തെറ്റും ഇത് തന്നെയാണ്.